Hi, Namaste, welcome back viewers, welcome back to my channel, Mean Trader. കണ്ടിന്യൂവേഷൻ മാർക്കറ്റിൽ നമുക്ക് ഓപ്ഷൻസിൽ സക്സസ്ഫുൾ ആയിട്ട് എങ്ങനെ ട്രേഡ് ചെയ്യാം. ഇപ്പം നിഫ്റ്റി മാർക്കറ്റ് ബൈ കണ്ടിന്യൂവേഷൻ ആണ് പോകുന്നതെങ്കിൽ നമുക്ക് പകുതിക്ക് വെച്ച് എങ്ങനെ എൻട്രി എടുക്കാം. അത് നമുക്ക് ഇന്നത്തെ ലൈവിൽ, ഇന്നെന്ന് പറഞ്ഞാൽ നമുക്ക് 27th June ആണ്. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് കഴിഞ്ഞ ദിവസം ഉള്ള ബൈ തന്നെ കണ്ടിന്യൂവേഷൻ പോയിരിക്കുകയാണ്. എന്നാൽ ഒരുപാട് മാർക്കറ്റ് കയറുന്നില്ല, ഒരു മാർക്കറ്റ് റേഞ്ചിൽ നിൽക്കുകയാണ്, പോയിന്റ് വിട്ട് തരുന്നില്ല. അപ്പോൾ ഇതുപോലത്തെ നമുക്ക് മാർക്കറ്റുകളുടെ ഓപ്ഷൻ എങ്ങനെ ട്രേഡ് എടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ലൈവിൽ കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റ് ഇന്നലെ മോർണിംഗ് ബൈ നല്ലപോലെ കയറി, അത് കഴിഞ്ഞ് മാർക്കറ്റ് ഇറങ്ങാൻ നോക്കി, പക്ഷേ അവിടെ കൺഫർമേഷൻ കിട്ടാത്തതുകൊണ്ട് നമുക്ക് ബൈ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ സോഫ്റ്റ് പറഞ്ഞു. കാരണം താഴത്തെ ഗ്രീൻ നോക്കിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. താഴെ കൺഫർമേഷൻ ബാർ നമുക്ക് ഗ്രീൻ ആണെങ്കിൽ മാർക്കറ്റ് ബൈ സോണിൽ തന്നെ. ഇപ്പോൾ ഇത് 2-3 ദിവസമായിട്ട് മാർക്കറ്റ് ബൈ സോണിൽ തന്നെയാണ് കിടക്കണേ. അപ്പം ലാസ്റ്റ് സിഗ്നൽ സോഫ്റ്റ് കൊടുത്തത് 26-ലാണ്, 12-14 സിഗ്നൽ കൊടുത്തു. അതിൻ്റെ എൻട്രി പോയിന്റ് നമുക്ക് കൊടുത്തത് 25,399 അതിൻ്റെ ടാർഗറ്റ് താഴെ കൊടുത്തു. അപ്പം സിഗ്നൽ അപ്പം തന്നെ കൺഫേം ആയി ബ്രേക്ക്ഔട്ട് പോയി, ചെറുതായിട്ടൊന്ന് ഇറങ്ങി പിന്നീടാണ് കയറിയത്. അപ്പം ഇവിടെ നിന്നാണ് പ്രോപ്പർ ബ്രേക്ക്ഔട്ട് കിട്ടി. പക്ഷേ സോഫ്റ്റ് അവിടെ സെല്ല് പറഞ്ഞിട്ടില്ല, തിരിച്ചു കയറുമെന്ന് പറയുന്നുണ്ട്. അപ്പം ഇവിടെ രണ്ടാം ട്രേഡ് എടുക്കാം, അവിടെ നേരെ കയറിപ്പോയി. അപ്പം അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് പിന്നെ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയ ശേഷം പിന്നെ മാർക്കറ്റ് വോളിയം ഇല്ലായിരുന്നു. രാവിലെ ചെറുതായിട്ടൊന്ന് കയറാൻ നോക്കി, പിന്നെ ഒരു ഡിപ്പ് അടിച്ചിട്ട് ഇവിടെയാണ് കയറി. അപ്പോൾ ഇവിടെ പ്രോപ്പറായിട്ടൊരു ബൈ പിടിക്കായിരുന്നു. അവിടെ നമുക്ക് 25,571 നമുക്ക് ആണ് മാർക്കറ്റ് കയറിപ്പോയത്. അവിടെ നിന്ന് 400 കോൾ ഓപ്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. 400 കോൾ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ നേരത്തെ ബൈ സിഗ്നൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ കണ്ടിന്യൂവേഷൻ ആണ് നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുന്ന് മാർക്കറ്റ് ഇന്ന് നമുക്ക് മോർണിംഗ് ലെവലിൽ നമുക്ക് മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് 267 നിന്നാണ്. അവിടെ നല്ല ഹൈക്ക് 303 വരെ പോയി, പിന്നെ ഒരു ഡിപ്പ് വന്നത് 295 വരെ വന്നിട്ട് പിന്നെ തിരിച്ചു കയറി. അപ്പോൾ വേണമെങ്കിൽ അവിടെ ഹോൾഡ് ചെയ്യാം. 336 വരെയൊക്കെ പോയിട്ടുണ്ട്. നല്ല ഹൈക്കായിരുന്നു. 2-3 പ്രാവശ്യം ഇറങ്ങി കയറിയെങ്കിലും നമുക്ക് നല്ലൊരു ബ്രേക്ക്ഔട്ട്, അതായത് നല്ല അടിച്ചടിച്ച് കയറ്റം രാവിലത്തെ പോലെ അതുപോലെ വന്നിട്ടില്ല. എന്നാലും നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് പിടിക്കാൻ പറ്റി. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് പ്രകാരം താഴെ ഗ്രീൻ ആണെങ്കിൽ മാർക്കറ്റ് ബൈ തന്നെയാണ്. അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന ക്യാൻഡലിൻ്റെ കളറും താഴത്തെ കൺഫർമേഷൻ ബാറും ഈ ട്രെൻഡ് ലൈനും കൂടെ ഒന്നിച്ച് വന്നാൽ നല്ല സ്ട്രോങ് ബ്രേക്ക് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ നല്ല രീതിയിൽ കയറിപ്പോൾ ഇവിടുന്ന് ട്രെൻഡ് ലൈൻ മാർക്കറ്റ് ഡൗൺ അടിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ടൈം ഫ്രെയിം ചെക്ക് ചെയ്താലും നമുക്ക് മാർക്കറ്റ് ഡൗൺ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് കണ്ടുപിടിക്കാം. ട്രെൻഡ് ലൈൻ തിരിയുമ്പോൾ അതേപോലെ ട്രെൻഡ് മാറുമ്പോൾ അതേപോലെ താഴത്തെ സോൺ മാറി വരുമ്പോൾ മാർക്കറ്റ് നല്ല ഡൗണിലേക്ക് പോകും. അതിനു മുമ്പ് നമുക്ക് ട്രെൻഡ് ലൈനും കളർ ചേഞ്ചസും എക്സ്ട്രാ കളർ വരുന്നതും പിന്നെ ഇത് നമുക്ക് അതേപോലെ തന്നെ ട്രെൻഡ് വെച്ചിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതേപോലെ തന്നെ മാർക്കറ്റ് എഗെയിൻ രണ്ടാമത്തെ ബ്രേക്ക്ഔട്ട് പിടിക്കുന്ന സോഫ്റ്റ് റീ എൻട്രി കണ്ടിന്യൂഷൻ മാർക്കറ്റിൽ റീ എൻട്രി സജസ്റ്റ് ആയിട്ട് ഈ കോർണറിൽ കൊടുക്കും. അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റ് റിവേഴ്സ് അടിച്ചിട്ട് നമുക്ക് പുൾ ബാക്കിൽ, അതായത് ഈ ട്രെൻഡ് ലൈൻ തിരിച്ചിറങ്ങി പിന്നെയും കയറുമ്പോൾ അവിടുന്ന് അടുത്ത ട്രേഡ് എടുക്കുമ്പോൾ റീ എൻട്രി വരുന്നതിന് മുമ്പ് നമുക്ക് അടുത്ത ട്രേഡ് അവിടെ പിക്ക് ചെയ്യാം. കാരണം സോഫ്റ്റ്വെയർ പ്രകാരം താഴെ ഗ്രീൻ ആണ്, നമുക്ക് മാർക്കറ്റ് ബൈ ആണ്, നമുക്ക് റെഡുമായിട്ട് മാച്ച് ആകാതെ നമുക്കൊരു സെൽ അവിടെ വരില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് മാർക്കറ്റ് തിരിഞ്ഞ് എഗെയിൻ കയറാൻ ചാൻസ് ഉണ്ടെന്ന് തന്നെയാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലൈവിൽ ചെക്ക് ചെയ്യുമ്പോൾ എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നു എന്നുള്ള ലൈവിൽ ചെക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ സ്ട്രോങ് ബ്രേക്ക് ഒക്കെയാണ് റെസിസ്റ്റൻസിൻ്റെ ലെവല് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം സ്ട്രോങ് ബ്രേക്ക് ഒക്കെ. അപ്പോൾ അവിടെ നമുക്ക് നല്ല രീതിയിൽ എടുക്കാം. അല്ലാത്ത മാർക്കറ്റിൽ നമുക്ക് ഷോർട്ട് അടിച്ചിട്ട് എക്സിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ചെറിയ പോയിന്റ് വെച്ചിട്ട് നമുക്ക് എക്സിറ്റ് ചെയ്ത് വിടാൻ പറ്റും. അങ്ങനെ 2-3 ട്രേഡ് നമുക്ക് ഈസി ആയിട്ട് പിടിക്കാം. ഇപ്പോൾ ഇവിടെ ട്രേഡ് കിട്ടി, അടുത്ത ട്രേഡ് ഇവിടെ, പിന്നെ അടുത്ത ട്രേഡ് ഇവിടെ. പക്ഷേ എക്സിറ്റ് ചെയ്യാൻ സോഫ്റ്റ് അപ്പോഴും പറയുന്നില്ല, ഹോൾഡ് ചെയ്യാമെന്ന്. നമുക്ക് കണ്ടിന്യൂഷൻ മാർക്കറ്റ് ട്രേഡ് എടുക്കുമ്പോൾ ട്രേഡ് എടുക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെ ട്രെൻഡ് ലൈൻ നോക്കിയിട്ട് തീർച്ചയായിട്ടും ഒരു ട്രേഡ് കിട്ടുന്നതാണ്. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ലൈവ് ഡെമോ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.